ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി നീതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് സംസ്ഥാനതല ആരോഗ്യ പ്രചാരണ റാലിയുടെ സമാപന സമ്മേളനം പുതുവത്സര ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കയറ്റുമതി കാർഗോ സംഭരണശേഷി വർദ്ധിപ്പിച്ച് സിയാൽ വിമാനത്താവളത്തിൽ വിപുലീകരിച്ച എക്സ്പോർട്ട് കാർഗോ വെയർഹൌസ് ഉദ്ഘാടനം ചെയ്തു. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്തും പരിസര പ്രദേശത്തും കർശന സുരക്ഷ. ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി പരമ്പരയിലെ അവസാനത്തെ മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ മാർ ഇവാനോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് യുവതലമുറയാണ്. ഇന്ത്യയെ ശക്തമായ രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ സാമൂഹിക സൌഹാർദ്ദത്തിന് വലിയ പങ്കാണുള്ളതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. Colleges that don't just prepare the students for jobs but prepare them for life, equipped with critical thinking, compassion and a global perspective. The broader context of Kerala's significant role in shaping India's educational landscape is remarkable. This is a state which has achieved 100% literacy not now, long back, as the first state in the whole of the country. We all are proud of Kerala. It serves as a shining example in the field of education and literacy. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിനായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ചടങ്ങിൽ ആതിഥ്യം വഹിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ അനിഷേധ്യ സ്ഥാനമുള്ള മാതൃകാ സ്ഥാപനമാണ് മാർ ഇവാനോസ് കോളേജെന്ന് മുഖ്യപ്രഭാഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ നിർണായക പങ്ക് വഹിച്ചെന്ന് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യവെ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവിന്റെ ദർശനങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമേകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരള സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഉച്ചയോടെ തമിഴ്നാട്ടിലേക്ക് മടങ്ങി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി നിതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെയും ഭാവി മുൻഗണനകളെയും കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും യോഗത്തിൽ പങ്കുവച്ചു. സാമ്പത്തിക ആസൂത്രണത്തിന്റെ അടുത്ത ഘട്ടത്തിനായി സർക്കാർ തയ്യാറെടുക്കുമ്പോൾ നിതി ആയോഗിലെ ആശയവിനിമയം വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ജനുവരി 12-ന് വോട്ടെടുപ്പ് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. ആലപ്പുഴയിൽ പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷികളെ കൊന്നൊടുക്കിയ സ്ഥലങ്ങളിലാണ് ശുചീകരണം നടക്കുന്നത്. ജില്ലയിൽ 3 സ്ഥലങ്ങളിൽ നിന്നും കൂടി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിത നിലവാരവും തൊഴിലന്തരീക്ഷവും മെച്ചപ്പെടുത്തുക ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭരണ പരിഷ്കാരങ്ങളുടെ വർഷമായിരുന്നു 2025 കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന വർഷാവസാന പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലെടുക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ പൌരന്മാർക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കാനാകൂ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. സന്നിധാനത്തും പരിസര പ്രദേശത്തും കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ പുലർച്ചെ മുതൽ പൂജകൾ ആരംഭിക്കും. മകരവിളക്കനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെയും തുടർന്നുള്ള കുംഭമാസ പൂജയ്ക്കുമായി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ.
ഭക്തി നിർഭരമാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് തുറന്ന് ദീപം തെളിച്ച് സന്നിധാനത്ത് ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. ജനുവരി 11 എരുമേലി പേട്ടതുള്ളൽ നടക്കും. പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12 സന്നിധാനത്തേക്ക് തിരിക്കും. 13 പമ്പ വിളക്കും പമ്പ സദ്യയും നടക്കും. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. അന്ന് വൈകിട്ട് തിരുവാഭരണം ചാർത്തി അയ്യന് ദീപാരാധനയും തുടർന്ന് മകരജ്യോതി ദർശനവും മകരവിളക്കും നടക്കും. മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി 20 രാവിലെ 6:30 നടയടയ്ക്കും. ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ് സംസ്ഥാനതല ആരോഗ്യ പ്രചാരണ റാലി മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പ്രചാരണ റാലിയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബഹുജന പങ്കാളിത്തത്തോടെയാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പോലീസ് സേനയുടെ കാര്യക്ഷമതയും അടിസ്ഥാന സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി മാറ്റുന്നതിന്റെയും ഭാഗമായി വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് SAP ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാന പോലീസ് മേധാവി റബാഡ ആസാദ് ചന്ദ്രശേഖർ, പോലീസ് അഡ്മിനിസ്ട്രേഷൻ DIG R നിശാന്തിനി, മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കയറ്റുമതി കാർഗോ സംഭരണശേഷി വർദ്ധിപ്പിച്ച സിയാൽ ഇതിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിപുലീകരിച്ച എക്സ്പോർട്ട് കാർഗോ വെയർഹൌസിന്റെ ഉദ്ഘാടനം സിയാൽ മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് നിർവഹിച്ചു. ഇതോടെ സിയാലിലെ വാർഷിക കയറ്റുമതി കാർഗോ സംഭരണശേഷി 1.25 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിക്കും. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ വൻ തിരക്ക്. ഒരാഴ്ചയ്ക്കിടെ 1.5 ലക്ഷത്തോളം പേർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അധികൃതർ ശക്തമാക്കി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. DTPCയുടെ കണക്കുകൾ പ്രകാരം ക്രിസ്മസ് ദിനത്തിലും തുടർന്നുള്ള ദിവസങ്ങളിലുമായി 30,000-ഓളം പേരാണ് പ്രതിദിനം ജില്ലയിലെത്തിയത്. വാഗമൺ മൊട്ടക്കുന്നിലും അഡ്വഞ്ചർ പാർക്കിലുമാണ് ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത്. രാമക്കൽമേട്, പാഞ്ചാലിമേട്, മൂന്നാർ എന്നിവിടങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. വനം വകുപ്പിന് കീഴിലുള്ള തേക്കടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർവകലാശാലകളിലെ സ്ഥിരം ഗവേഷണ വിദ്യാർത്ഥികൾക്കായുള്ള CM റിസർച്ച് സ്കോളർഷിപ്പ് വിതരണം നാളെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നടക്കുന്ന പരിപാടി മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 2025 ജനുവരി ബാച്ചിന്റെ ആദ്യ ഗഡു സ്കോളർഷിപ്പ് തുകയാണ് വിതരണം ചെയ്യുന്നത്. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ് പോരാട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ 4 മത്സരങ്ങളും ജയിച്ച ഇന്ത്യൻ വനിതകൾ പരമ്പര തൂത്തുവാരുകയെന്ന ലക്ഷ്യത്തോടെയാകും ഇന്നിറങ്ങുക. തുടർച്ചയായ തോൽവികളിൽ പതറുന്ന ശ്രീലങ്കയ്ക്ക് ഇന്നത്തെ മത്സരം ആശ്വാസജയത്തിനായുള്ള അഭിമാന പോരാട്ടമാണ്. ബാറ്റിംഗിലും ബൌളിംഗിലും സമാനതകളില്ലാത്ത ആധിപത്യമാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ പുറത്തെടുത്തത്. വിജയക്കൊടി പാറിക്കാൻ ഇന്ത്യയും ആശ്വാസജയത്തിന് ലങ്കയും ഇറങ്ങുമ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആവേശകരമായ ഒരു പോരാട്ടത്തിനാകും ഇന്ന് സാക്ഷ്യം വഹിക്കുക. ചലച്ചിത്ര താരം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ 2026 ജനുവരി 1 മുതൽ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ അറിവുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പുതുവത്സര ആഘോഷം പ്രമാണിച്ച് താമരശ്ശേരി ചുരത്തിൽ നാളെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. ചുരത്തിലെ കടകൾ നാളെ വൈകിട്ട് 7 മണിക്ക് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി. ചുരത്തിൽ കൂട്ടം കൂടാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി നിതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് സംസ്ഥാനതല ആരോഗ്യ പ്രചാരണ റാലിയുടെ സമാപന സമ്മേളനം പുതുവത്സര ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും.
കയറ്റുമതി കാർഗോ സംഭരണശേഷി വർദ്ധിപ്പിച്ച് സിയാൽ. വിമാനത്താവളത്തിൽ വിപുലീകരിച്ച എക്സ്പോർട്ട് കാർഗോ വെയർഹൌസ് ഉദ്ഘാടനം ചെയ്തു. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്തും പരിസര പ്രദേശത്തും കർശന സുരക്ഷ. ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി പരമ്പരയിലെ അവസാനത്തെ മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.